ഹേയ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെറിയൊരു ഡ്രൈവ് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ച ടൈമിലാണ് നമ്മൾ ഇറങ്ങിയത്. ഫസ്റ്റ് തന്നെ നേരെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് പോകുന്ന ലൊക്കേഷന് ഹെയിലാണ്. നമ്മളെ റൂമിൽ നിന്ന് ഒരു 30 മിനിറ്റ്സ് ട്രാവൽ ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്താണ് ഈ ഒരു പ്ലേസ് വരുന്നത്. ഇതാണ് ഒമാനിലെ ലാർജസ്റ്റ് ഫ്ലാഗ് പോൾ. ഒരു 2 മന്ത് മുന്നാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ നടന്നത്. അൽക്കോറിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. നമ്മൾ മിക്ക വീക്കെൻഡിൽ വരുന്ന മോളാണ് അവന്യൂസ് മോള്. ഇതിൻ്റെ അകത്ത് തന്നെ ഐക്യ, ലുലുവിൻ്റെ ഒക്കെ സ്റ്റോറുണ്ട്. അത്യാവശ്യം വലിയ മോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് വില്ലേജിലേക്കാണ് നമ്മൾ വന്നത്. ഇതൊരു ഒമാനി ട്രഡീഷണൽ വില്ലേജിനെ റിസംബിൾ ചെയ്ത് ഉണ്ടാക്കിയതാണ്. നമ്മളൊരു ഈവനിങ് ടൈം ആയിരുന്നു കേട്ടോ വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ തിരക്കൊന്നുമില്ലായിരുന്നു. ഇവിടെ കൂടുതലും നൈറ്റിലാണ് ആളുകളൊക്കെ എത്താറുള്ളത്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ഷോപ്പിംഗ് ഏരിയാസ് ഉണ്ട്. ഡ്രസ്സസൊക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കഫേസ്, റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ട്രഡീഷണൽ ഡിസൈനിലാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അടുത്ത ലൊക്കേഷനിലേക്കാണ്, അൽമോജ്. അൽമോജും ഹീലിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. അൽമോജ് എന്നത് ഒരു അറബിക് വേർഡാണ്. അതിൻ്റെ മീനിങ് വരുന്നത് ദ വീവ് എന്നാണ്. അതുകൊണ്ട് ദ വീവ് മസ്കറ്റ് എന്നും ഈ ഒരു പ്ലേസിനെ പറയാറുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ കഫേസ്, റെസ്റ്റോറൻറ്റ്സ്, മോൾസ്, മറീനൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഈ ഒരു ലൊക്കേഷന്. ഇവിടെ തന്നെ ബോട്ടിങ്ങും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നൈറ്റിലാണ് കേട്ടോ ഇവിടെ കൂടുതൽ ഭംഗി, ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ വന്ന ടൈം ഈവനിങ് ആയിരുന്നു. അതുകൊണ്ട് മൊത്തത്തിലൊരു സൈലൻ്റ് ആയിരുന്നു ഇവിടെ. വീക്കെൻഡിലൊക്കെ ഇവിടെ ഓരോ ഇവൻറ്റ്സ് ഒക്കെ നടത്താറുണ്ട്. അങ്ങനെ നമ്മളിവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് റിട്ടേൺ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.